അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ ആൻഡ് ട്രാവലർ. ഇപ്പം ഞാനും സുഹൈലും മാത്രമാണുള്ളത്. പിന്നെ സഹലും മിക്കയും ദുബായി പോയി. ഇപ്പം ഞങ്ങൾ ഇന്നൊരു ഹൗസ് വാമിങ്ങിന് വേണ്ടി പോവാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഹൗസ് വാമിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇടക്കച്ചിയിലാണ് കേട്ടോ വീട്. അപ്പോൾ വേറെ ആരുമല്ല, എൻ്റെ വ്ളോഗിലൊക്കെ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ടാകും. ശ്യാം അഡ്വക്കേറ്റാണ്. അപ്പോൾ എൻ്റെ മക്കളെ പോലെ തന്നെ നമ്മളെ കൂടെ എപ്പോഴും ഉള്ള അവനാണ് ശ്യാമിൻ്റെ വീട് പാർക്കലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വീട് കയറി താമസിച്ചിരുന്നു. ഫങ്ഷൻ വച്ചത് അങ്ങനെ ഒരു സൺഡേ എല്ലാവർക്കും ഒഴിവുള്ള സമയങ്ങളായിരുന്നു. അപ്പോൾ ക്ഷണിച്ചപ്പോൾ പിന്നെ നമ്മളും അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും എത്തി. ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് പേര് എത്തിയിരുന്നു. നല്ല തിരക്കായിരുന്നു. പക്ഷേ നല്ല രസമുള്ള ഒരു നല്ല അടിപൊളി വീടായിരുന്നു കേട്ടോ. അപ്പോൾ വീടെല്ലാം മൊത്തം എനിക്ക് നടന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് എനിക്കങ്ങനെ എടുക്കാൻ പറ്റില്ല. അവരെ ബന്ധുക്കളും പിന്നെ പുറത്തുള്ള ഫ്രണ്ട്സുമാരും പിന്നെ ഇത് ശ്യാമിൻ്റെ ഏട്ടത്തിയാണ് കേട്ടോ. ശ്യാമിൻ്റെ ഏട്ടത്തിയും ഏട്ടനും അമ്മയും അച്ഛനും എല്ലാവരും നല്ല ബിസി ആയിരുന്നു. പിന്നെ അങ്ങനെ വിസ്തരിച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് വെൽക്കം ഡ്രിങ്ക്സൊക്കെ കുടിച്ചിട്ട് ഫുഡിൻ്റെ ടൈമായി. അപ്പോൾ അപ്പുറത്തെ ഹാളിലായിരുന്നു കേട്ടോ ഫുഡൊക്കെ. നല്ല അടിപൊളി ലൈവായിട്ട് തന്നെ അപ്പവും സ്റ്റൂവൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഉള്ളത് ചോറായിരുന്നു കേട്ടോ. ചോറും ചിക്കൻ കറിയും മീൻ കറിയും ചമ്മന്തിപ്പൊടിയും വറവലും എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളി, ഒന്നും പറയാനില്ലായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ കുറച്ച് നേരം ശ്യാമിനോടും അമ്മനോടും ചേട്ടത്തിയോടൊക്കെ സംസാരിച്ചിരുന്ന്. അപ്പോൾ അങ്ങനെ എല്ലാവരും വരുന്നതുകൊണ്ട് തന്നെ ശ്യാം തിരക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ അധികം നിന്നില്ല. പിന്നെ തിരിച്ചു വീട്ടിലോട്ട് വന്നിട്ട് പിന്നെ റോയലിലോട്ട് പോയിട്ടോ. വൈകുന്നേരം റോയൽ പോകുമ്പോഴത്തേക്ക് പിന്നെ റെജീനയും മോളും ഉണ്ടായിരുന്നു. അവർ ദുബായിലോട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് അവിടെ സ്റ്റേ ആയിരുന്നു. അങ്ങനെ പിന്നെ അവരും വന്നങ്ങനെ സംസാരിച്ചിരുന്നിട്ട് അവരും അങ്ങ് റൂമിൽ പോയി. അപ്പോൾ എന്തായാലും പ്രവാസികൾ തമ്മിൽ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബുണ്ടല്ലോ, അത് വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ ദുബായിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കല്ലേ കാണുന്നുള്ളൂ. അതേപോലെ പുറത്തും ഇങ്ങനെ നമുക്ക് വച്ച് ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പോൾ ഇത് പിറ്റേന്നത്തെയാണ് കേട്ടോ. ഞാനിത് 2-3 ദിവസത്തേത് ഒന്നിച്ചു ചെറിയ ചെറിയ ഷോർട്ടാക്കിയിട്ട് എടുത്ത വീഡിയോസ് എല്ലാം കൂടി ഒന്നിച്ചാക്കിയതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ റോയലിൻ്റെ മുകളിൽ നിന്നിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. എനിക്കിഷ്ടമാണ്. വൈകുന്നേരങ്ങളിൽ മഴയുള്ള സമയങ്ങളിലൊക്കെ മുകളിൽ പോയിരുന്നാൽ നല്ല രസമാണ് കേട്ടോ. അങ്ങ് ദൂരെ ഇങ്ങനെ കാണാൻ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും. മഴയില്ലാത്ത ദിവസങ്ങളിലും എല്ലാം മനോഹരമാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൂത്തിമയും മോളും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചക്ക നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കടവന്ത്ര മാർക്കറ്റിൽ പോയതാണ്. അവിടെ നിന്നാണ് എപ്പോഴും ചക്ക കിട്ടുന്നത്. അപ്പോൾ പോകുമ്പോഴത്തേക്ക് ഇതാ 3 ചക്ക ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. പിന്നെ ഒന്നും ഇല്ല, സ്റ്റോക്കില്ല എന്ന് പറഞ്ഞു. എന്നാലും ആ ഉള്ള ചക്ക ഞങ്ങളങ്ങ് വാങ്ങി. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറി അങ്ങനത്തെ ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. വരുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഒരു പാർസൽ ഓൺലൈനിൽ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഒന്ന് അൺബോക്സിങ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അത് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. അപ്പോൾ അൺബോക്സിങ് ചെയ്തിട്ട് നിങ്ങൾ കാണുമ്പോൾ ആരും ചിരിച്ചു പോകരുത്. കാരണം ഇത് വേറൊന്നുമല്ല, നമ്മുടെ മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്ന ഉണക്ക മീനാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ ഉണക്കമീനിൻ്റെ ഒരു റിവ്യൂ കണ്ടപ്പോൾ അത് ഒന്ന് ടെസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ. മീനൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ അത്ര ഉണക്കം വന്നില്ലായിരുന്നു. അത് ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഒന്ന് ഒരു വെറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തപ്പോൾ നല്ല മീനാണ്. മീനൊക്കെ നല്ല മീനായിരുന്നു. ഉണക്കി മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഉണക്കി ചെമ്മീൻ ചമ്മന്തി, അതുപോലെ ഉണക്കി മീൻ, ഈ മുള്ളന്, ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. തെരണ്ടി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ പൊക്കിയിട്ട് പൊരിച്ചിട്ട് നമുക്ക് കഞ്ഞിൻ്റെ കൂടെയും ചോറിൻ്റെ ഉപ്പൊക്കെ കഴിക്കുമ്പോൾ വല്ലാത്തൊരു രസമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് അത് പിന്നെ പിറ്റേന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഞാൻ റെഡിയാക്കി. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാനിതാ ചെമ്മീൻ വാങ്ങിയിരുന്നു കേട്ടോ. കടവന്ത്ര മാർക്കറ്റിൽ നിന്ന് നല്ല ചെമ്മീൻ കിട്ടിയപ്പോൾ അതിൽ നിന്ന് കുറച്ചേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് പൊരിക്കാനായിട്ട് ഞാനൊരു സൈഡിലോട്ട് ഇടുമ്പോഴത്തേക്ക് മുത്തിബി അപ്പുറം പത്തിരിക്ക് അരി അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പത്തിരി വരിക്കാമെന്ന് വിചാരിച്ചിട്ട് മക്കൾക്ക്
അപ്പം ഞാനിത് പൊരിച്ച് റെഡിയാക്കുമ്പോഴത്തേക്ക് മുത്തിവിൻ്റെ പണിയും തീരുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്തിറങ്ങാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് അങ്ങനെ പണി തീർക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അവൾ അവിടെ പത്തിരി പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാനിവിടെ അച്ചാറും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടും ഒരേ സമയം തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ മസാലക്കൂട്ടൊക്കെ റെഡിയായി. ഈ ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതാ ചെമ്മീൻ്റെ മസാലക്കൂട്ടൊക്കെ അച്ചാറിൻ്റെ ആ കൂട്ടൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പൊരിച്ച ചെമ്മീനും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് അതിൻ്റെ ഉപ്പ് സുർക്കയും നമുക്ക് പാകത്തിനുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഉപ്പ് സുർക്ക കൂടിപ്പോയത്, സുർക്ക കൂടിക്കഴിഞ്ഞാൽ, സുർക്ക എന്ന് പറഞ്ഞാൽ വിനാഗർ, വൈറ്റ് വിനാഗർ കൂടിക്കഴിഞ്ഞാൽ അച്ചാറിന് ഒരു രസം ഉണ്ടാവില്ല, ഒരു കുത്തലുണ്ടാവും. അപ്പോൾ രണ്ടും സമാസമ രീതിയിൽ നിൽക്കുന്ന രീതിയിലേക്കായിരിക്കണം അച്ചാറുണ്ടാകേണ്ടത്. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളി അച്ചാറായിരുന്നു കേട്ടോ. അങ്ങനെ അച്ചാറൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ ഒന്ന് പുറത്തിറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അവിടെ റോയൽ പോയിട്ട് അവിടെ ഓഫീസിൽ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ അവിടെ ഉമ്മാൻ്റെയും ആറ്റിൻ്റെയും ഫ്രെയിം അവിടെ വെച്ചിരുന്നു. അതിൻ്റെ അവിടെ ഇരുന്ന് കുറച്ച് വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ താഹറിൻ്റെ റജിനിയും എത്തിയിരുന്നു കേട്ടോ. അങ്ങനെ അവർ ഇറങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ അവിടെ മറൈൻ ഡ്രൈവിൽ പോകുന്ന വഴിക്ക് ഇത് കോഫി ഹൗസിലെ നമ്മുടെ മസാല ദോശയാണ്. എനിക്കിഷ്ടമാണ് അവിടുത്തെ മസാല ദോശയും കട്ട്ലറ്റും ഒക്കെ. ഒരു ഇത് ബീറ്റ്റൂട്ട് മയാണല്ലോ അവിടുത്തെ എല്ലാം. പിന്നെ നേരെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ മറൈൻ ഡ്രൈവിൽ പോയിരുന്നു. അവിടുന്ന് കുറച്ച് ഇരുട്ടിയിരുന്നു കേട്ടോ, കുറച്ച് ഇരുണ്ട് പോയിരുന്നു, മരിപ്പൊക്കെ കഴിഞ്ഞിരുന്നല്ലോ. പിന്നെ ദ്വീപുകാർ ഒരുപാട് പേര് വൈകുന്നേരങ്ങളിൽ പോയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അവിടെ ഒരുപാട് പേരെ കാണാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ തിരിച്ചു വന്നു, വീട്ടിലെത്തി. രാവിലെ വാങ്ങിയ ചക്കകളൊക്കെ നമ്മൾക്ക് പൊരിച്ചെടുക്കാമെന്ന് വെച്ച് ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് പിന്നെ വൃത്തിയാക്കി നമ്മളിങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതെല്ലാം കുനുകുന അരിഞ്ഞിട്ട് നമുക്കത് പൊരിച്ചെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബായ്.